അളി എന്തിനാടാ അവനിട്ടത്, അവനെ നമുക്ക് ഉറക്കത്തിൽ കിട്ടൂലെന്ന്. അപ്പം ഇവൻ എന്താണെന്നുള്ളത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചോനെ ഞാൻ ചെയ്തത് തെറ്റാണോ, ഇവൻ ഒരു ഫേക്ക് ഗെയിം കളിക്കുന്ന ഒരാളെ ഈ ഒരു 72 മണിക്കൂർ ഉറങ്ങാതിരുന്നു എന്ന് പറയുന്നത് സിമ്പത്തറ്റിക്കൽ ഒരു സാധനം, ഒരു ക്രൂഷ്യൽ ടാസ്ക് ആണല്ലോ. ആ ടാസ്ക് ഇത്രയും മരുന്നൊക്കെ കഴിക്കുന്ന ഒരാൾ എന്നുള്ള ലെവലിൽ അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഒറ്റയടിക്ക് ഇത്രയും ഫാൻസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ടാസ്കാണത്. അവൻ അത് ആ ലെവലിലോട്ട് പോകുന്നത് കണ്ടപ്പോഴാണ് ഞാൻ പഠിച്ചോനെ അതിനാണ് ഞാൻ ചെയ്തത്. അതാണ് ഞാൻ കുറച്ച് നേരത്തിന് ടെൻഷനായി, ബ്ലാക്ക് ഔട്ടായി. ഞാൻ അപ്പാനി വരുന്നു, ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ മാറി നടക്കുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. എൻ്റെ മുഖം ആ സമയത്ത് ഭയങ്കര വിയേർഡായിരുന്നു. ഇതായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷെ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് കണ്ടോണ്ടാ പോയത്. ഞാൻ എന്റെ വിഷയമില്ലാത്ത പറഞ്ഞാൽ ഇടപെടാതിരുന്നതാ. പക്ഷെ അക്ബർക്ക് പറഞ്ഞ ഒരു കാര്യത്തോട്, അതായത് പുള്ളി അഭിനയിക്കുമായിരുന്നു ഉറക്കം എന്ന് പറഞ്ഞു, അതെനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഷാനവാസിനെ കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്ത സമയത്ത് ഷാനവാസിന്റെ വായിന്ന് വീണൊരു കാര്യമുണ്ട്. അത് നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ആക്ടറാണ്, ഞാൻ അഭിനയിക്കും, എന്നെ എല്ലാവർക്കും എന്നെ അറിയാം എന്ന് പറഞ്ഞു. ആ മറ്റേ റെന ഫാത്തിമ, റെന ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ആദില നൂറ ഞാൻ പറഞ്ഞു. അതും ഇതും കൂടെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കണക്ഷൻ തോന്നി. അന്ന് എനിക്ക് പ്രതികരിക്കണം എന്നല്ല, ഞാൻ വന്നതിന്റെ പിറ്റേ ദിവസം ഏതാണ് മിണ്ടാണ്ടിരുന്നതാ. പക്ഷെ ഇന്ന് എനിക്ക് എല്ലാം കൂടെ ചേർത്ത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെട്ടത്. പിന്നെ അയാള് ഫേക്കാണെന്ന് ഷാനവാസിക്ക, ഞാൻ ചോറല്ലേ തിന്നത്? അല്ല, ഇവിടുത്തെ കാര്യം പറഞ്ഞത്, ഞങ്ങള് നാലിനെ വിളിച്ചു കൂട്ടി, എല്ലാവരും ഒരു ട്രോഫി മാത്രം സ്വപ്നം കണ്ട് വന്നിരിക്കുന്ന ആൾക്കാർ, ഞങ്ങള് നാലിനെ വിളിച്ചു കൂട്ടി, എന്റെ മാമനും ആങ്ങളെയും അപ്പനും ഒന്നും ഇല്ലല്ലോ ഇയാൾ വിളിച്ചു കൂട്ടി, നിങ്ങൾ നാലും ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ നാലും ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയണം. നമുക്കറിയാലോ ഇത്ര സ്നേഹം. ഞാൻ അപ്പാനെ ചോദിക്കണ്ടേ, അപ്പാനാണ് ചോദിച്ചത്, നിന്റെ തീരുമാനം എന്താ? ഇതൊരു ഗെയിമാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, ഒരാളെ കളയണം. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, വെറുതെ എന്തിനാ അവരെ വെറുതെ ഇതാക്കണത്? അങ്ങനത്തെ ഒരു സാധനം അങ്ങനെയാണ് ഞങ്ങളടുത്ത് പറഞ്ഞത്. ഓക്കെ ഫൈൻ, ശരി എന്ന് പറഞ്ഞു ഞങ്ങളും. പക്ഷെ ഇന്നത്തെ ദിവസം ഷാനവാസ് അറിയാണ്ട് നമ്മൾ ഗെയിം പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയായിരുന്നു. അത് കാരണം അതിന്റെ ആശ്വാസമാണ്. ഞങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടില്ല, കംപ്ലീറ്റ് നിങ്ങളും പറ്റിക്കപ്പെട്ടു. അവനോട് കുറച്ച് സിമ്പതി തോന്നി എന്നുള്ള സാധനത്തിൽ ഞങ്ങളും പറ്റിക്കപ്പെട്ടു. അതായത് ഞാൻ വന്നു, ആ സിമ്പതി കാരണമാണ് ആ സാധനം എന്നുള്ള ഞാൻ ഇവിടെ വന്ന്, ഞാൻ തിരിച്ചു വന്നിട്ട് ആ ബിന്നിയുടെ അടുത്തും വെറുതെ പോയിട്ട് പറഞ്ഞു. പക്ഷെ ബിന്നി പറഞ്ഞ വേറൊരു കാര്യമാണ്. ബിന്നി പക്ഷെ ടബിൾ സ്റ്റാൻഡ് എടുത്തത് അതൊരു ഫേക്ക് ഗെയിം അല്ല. പുള്ളി നല്ല ഉറക്കാണ്, നല്ല ഗുളിക കഴിച്ച് കിടക്കാണ്. എനിക്ക് ആ താഴത്ത് മരത്തിന്റെ ഇതില്ലേ, കട്ടലിന്റെ, അതിന്റെ ഉള്ളിൽ കാല് വെച്ചിട്ടാ കിടന്നുറങ്ങണേ. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് കുറച്ച് പാസ്റ്റ് ഓർമ്മ വന്നു, എന്റെ മറ്റേ സിംഗിങ് ലൈഫ് ഒക്കെ ഓർമ്മ. ഞാൻ പറഞ്ഞു, ബിന്നീരുടെ അടുത്ത് പറഞ്ഞു, അടി അതുകൊണ്ടാണ് എനിക്ക് സിമ്പതി തോന്നി, എനിക്ക് കുറച്ച് പാവം തോന്നി. ഞാൻ അപ്പാനെ അടുത്ത് പറഞ്ഞപ്പോ അപ്പാനിക്ക് അത് പെട്ടെന്ന് കണക്റ്റായി. അപ്പാനി ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാവും അവനക്ക് കണക്റ്റായി. വേണ്ട അളിയാ, ഇത് വിടാം. അപ്പോഴാണ് പിന്നെ പറഞ്ഞത്, ഇതൊരു ഗെയിമായി കണ്ടുകൂടെ, അപ്പൊ പിന്നെ ഇങ്ങനെ സിമ്പതി തോന്നേണ്ട ആവശ്യം തോന്നും. അവൾ പറഞ്ഞ റെലവൻറ്റ് പോയിന്റ് ആണ്. ഇപ്പോഴും ഞാനത് മനസ്സിലാക്കുന്നു, റെലവൻറ്റ് പോയിന്റ് ആണ്. അപ്പൊ ഞങ്ങള് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ, നീ പോയിട്ട് ഒന്ന് ഷാനവാസിനെ വിളിക്കോ? നീയും ബിഗ് ബോസ് ഹൗസിലുള്ളതല്ലേ, ഇതൊരു ഗെയിം അല്ലേ? ഇന്ന് അപ്പാനിയുടെ ഉറക്കം ഒന്ന് ബ്രേക്ക് ആയാൽ നാളെ അപ്പാനി കൂടുതൽ ഉറങ്ങും. അപ്പൊ നാളെ നമുക്ക് പിടിക്കാലോ. ഞങ്ങൾക്ക് ഏതായാലും സിമ്പതിയാണ്, ഞങ്ങൾ രണ്ടുപേർക്കും സിമ്പതിയാണ്. നീ അല്ലേ പറഞ്ഞത് ഗെയിമായി കണ്ടുകൂടെ, അപ്പൊ നീ പോയിട്ടൊന്ന് അപ്പാനിനെ വിളിക്ക്, സോറി ഷാനവാസിനെ വിളിക്ക് എന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞതാണ്, അത് എനിക്ക് പറ്റില്ല, കാരണം ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്കും സിമ്പതി തോന്നും, അപ്പൊ ഞാനത് ചെയ്യുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത്, അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സിമ്പതി തോന്നിയത് തെറ്റ്. അപ്പൊ നീ പറയുന്ന ഗെയിം അല്ലേ എന്ന് പറഞ്ഞു. പിന്നെ നിന്നോട് നോക്കാൻ പറഞ്ഞപ്പോ നിനക്ക് ചിലപ്പോൾ സിമ്പതി തോന്നിയേക്കാം, അപ്പൊ നീ ഗ്ലോറിഫൈ ആവാം, അപ്പൊ നിനക്ക് സിമ്പതി ആവാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയ സിമ്പതിയാണ് പ്രശ്നം. അതാണ് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് ബിന്നിയുടെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായത്. വേറെ ഒന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല.